1.5 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഈന്തപ്പഴ ഫെസ്റ്റിവൽ ബുറൈദയിൽ തുടരുകയാണ്. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള കച്ചവടക്കാർ ഒന്നിച്ചെത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സൂക്കാണിത്. ഇവിടെ ലോകത്തിലെ ഏറ്റവും മുന്തിയ ഇനം ഈന്തപ്പഴം മുതൽ ഏറ്റവും കുറഞ്ഞ വിലക്ക് ലഭിക്കുന്ന ഈന്തപ്പഴങ്ങൾ വരെയുണ്ട്. പുലർച്ചെ 3 മണി. സൗദിയിലെ റിയാദിൽ നിന്നും 300 കിലോമീറ്റർ അകലെയുള്ള അൽ ഖസീം പ്രവിശ്യയിലെ ബുറൈദ. ഇവിടെ ഒരു ചന്ത തുടങ്ങുകയാണ്. ഓഗസ്റ്റ് 2 ആരംഭിച്ച ബുറൈദയിലെ ഈന്തപ്പഴ സൂക്കാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ ഈന്തപ്പഴ ചന്ത. രാവിലെ 5-ന് സുബഹി നമസ്കാരം കഴിഞ്ഞാലുടൻ ആകാശ ദൃശ്യം ഇങ്ങനെയാണ്. കിഴക്കൻ ചക്രവാളത്തിലെ ചുവപ്പ് മാഞ്ഞ് വെള്ളിക്കീർ വീണാൽ പരന്നു കിടക്കുന്ന ഈന്തപ്പഴ വാഹനങ്ങൾ കാണാം. $2500 വാഹനങ്ങൾ, ഓരോന്നും ബുറൈദയിലെ വിവിധ തോട്ടങ്ങളിൽ നിന്നും എത്തിയതാണ്. സൗദിയിലെ കാർഷിക മന്ത്രാലയത്തിന് കീഴിലാണ് ഈ ഫെസ്റ്റ്. مرحبا بكم في مهرجان كرنفال بريدة للتمور، والذي يعد الأكبر على مستوى العالم. هذا المهرجان الذي يحظى بدعم ومتابعة من سمو أمير منطقة القصيم الأمير الدكتور فيصل بن مشعل. نحن في هذا المهرجان ندعو كافة القنوات بتغطية هذا المهرجان. حضوركم وتشريفكم دائما تعودناه في قناة ميديا وان. نشكركم ونتمنى من جميع القنوات العالمية الحضور لهذا الكرنفال والمتابعة لهذا المهرجان العالمي. സുക്കരി എന്ന മധുരമൂറുന്ന ഈന്തപ്പഴമാണ് ഇവിടുത്തെ താരം. സുക്കരി എന്നാൽ തന്നെ മധുരം എന്നാണ് അർത്ഥം. ലേലം വിളിച്ച് മൊത്തമായി കച്ചവടം നടത്തലാണ് രീതി. മൊത്ത വ്യാപാരമാണ് പ്രധാനമെങ്കിലും ചില്ലറ വിൽപ്പനയും ഇവിടെയുണ്ട്. ാൽപ്പത്തിരണ്ട് ദിനം നീളും ഓരോ വർഷവും ബുറൈദയിലെ ഈന്തപ്പഴമേള. വിവിധ ഇനങ്ങൾ ലഭിക്കുമെങ്കിലും സുക്കരി എന്ന ഇനം തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രിയമേറിയത്. ഖസീമിൽ വരുന്ന ഏതൊരാളും നിർബന്ധമായിട്ടും കാണേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ ഈത്തപ്പഴ ചന്ത എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഈത്തപ്പഴ ചന്തയാണ്. അപ്പോൾ അതിൻ്റെ വലിപ്പവും അതിൻ്റെ സൗകര്യങ്ങളും പറയേണ്ടതില്ലല്ലോ. അതുപോലെ തന്നെ ഒരുപാട് വാഹനങ്ങൾ ഒരുമിച്ച് പാർക്ക് ചെയ്ത് കച്ചവടം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഖസീമിലെ ഈത്തപ്പഴത്തിനൊരു പ്രത്യേകതയുണ്ട്. സൗദിയുടെ മറ്റ് ഭാഗങ്ങളിൽ കിട്ടുന്ന ഈത്തപ്പഴത്തിനേക്കാളൊക്കെ നല്ല ക്വാളിറ്റി കൂടുതലുള്ള ഈത്തപ്പഴമാണ്. അതുകൊണ്ട് തന്നെ വിലയും കുറച്ച് ഇവിടുത്തെ ഈത്തപ്പഴങ്ങൾക്ക് കൂടുതലാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പോഷക സമൃദ്ധവും സ്വാദിഷ്ടവുമായ സുക്കരി ഗൾഫ് മേഖലയിൽ ആകമാനം പ്രിയങ്കരമാണ്. സ്വർണ്ണവർണ്ണമുള്ള ഈന്തപ്പഴം. ബുറൈദയുടെ പൊന്ന് എന്നാണ് ഇതിന്റെ വിളിപ്പേര് തന്നെ. സുക്കരിയിൽ തന്നെ ഉപവിഭാഗങ്ങളുണ്ട്.
ഓരോന്നിൻ്റെയും പദവി അനുസരിച്ചാണ് വില. സൗദിയുടെ വിവിധ ഭാഗത്തു നിന്നും പല നിറത്തിലും വലിപ്പത്തിലുമുള്ള ഈന്തപ്പഴങ്ങൾ ഇവിടെ കുറഞ്ഞ വിലക്ക് ലഭിക്കും. 1000 റിയാൽ വരെ വിലയുള്ള മുന്തിയ ഇനങ്ങളും ഇവിടെ കിട്ടും. സൂക്കിൽ ലേലം തുടങ്ങുന്നത് പുലർച്ചെ 4 മണിക്കാണ്. അതൊരു 8 മണിയോടുകൂടി അവസാനിക്കും. ലേലം ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ അതിന് പ്രത്യേകം സജ്ജമാക്കിയ ദല്ലാളുമാരാണ് ഇത് ലേലം ചെയ്യുന്നത്. അവർ വാഹനങ്ങളുടെ മുകളിൽ കയറിയിട്ട് ഒരു ഉത്സവം എന്ന പ്രതിനിധിയോണം വളരെ ഉച്ചത്തിൽ ആണ് ലേലം ചെയ്യുന്നത്. അത് ചില സമയങ്ങളിൽ ഈ സുക്കിരി എന്ന് പറഞ്ഞ ഈത്തപ്പഴം ഒരു 15-20 റിയാൽ മുതൽ ഒരു 1000 രൂപ വരെ ഇതിൻ്റെ പ്രൈസ് പോവാറുണ്ട്. ഇത് കൂടാതെ കസീമിൽ വേറെയും ഒരുപാട് ഇനം ഈത്തപ്പഴങ്ങളുണ്ട്. അതായത് മജ്ദൂള്, സഗായി, റഷൂദി, ശകര, മക്തൂമി എന്നിങ്ങനെ ഒരു 50ഓളം ഐറ്റം ഈത്തപ്പഴം കസീമിൽ മാത്രം ഉണ്ട്. ചില്ലറ വിൽപ്പനക്കാർ മുതൽ ഹോൾസെയിൽ വിൽപ്പനക്കാർ വരെ ഈ സൂക്കിൽ വന്നിട്ട് സാധനങ്ങൾ എടുക്കുന്നുണ്ട്. എന്നിട്ട് അവർ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലായിട്ട് അവർ ഇവിടുന്ന് ഈത്തപ്പഴം കയറ്റുമതി ചെയ്യുന്നുണ്ട്. സുക്കരിയോട് മത്സരിച്ചു നിൽക്കുന്ന സങ്കര ഇനമായ ശേഷിക്കും ആവശ്യക്കാരേറെയുണ്ട്. സുഖായ്, കുലാസ്, മുനീഫി, നബൂത്ത് സെയ്ഫ്, സുൽത്താന, ഷെക്ര, റഷൂദി, ബുസ്രി എന്നീ വൈവിധ്യങ്ങളും ഇവിടുത്തെ വിപണിയിലുണ്ട്. വില കുറഞ്ഞ ഇനമായ ബർഹി, സുക്കരിയിലെ പകുതി പഴുത്ത മുനാഫിസും കുറഞ്ഞ വിലക്ക് തന്നെ കിട്ടുന്നവയാണ്. ബുറൈദക്കടുത്ത ഉനൈസയിലും സമാന രീതിയിൽ കച്ചവടമുണ്ട്. ഈ സീസണിൽ സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വ്യാപാരികളെത്തി ഇവ വിലക്കെടുക്കും. അടുത്ത 1 വർഷത്തേക്ക് ഇവ തണുപ്പിച്ച് സൂക്ഷിച്ചു വെക്കും. നിലവിൽ 80 ലക്ഷത്തോളം ഈന്തപ്പഴ മരങ്ങൾ ഈ മേഖലയിലുണ്ട്. ഈന്തപ്പന തോട്ടമാണ് പ്രദേശവാസികളുടെ പ്രധാനപ്പെട്ട കൃഷി തന്നെ. വേനൽ കത്തിപ്പടരുമ്പോഴാണ് വിളവെടുപ്പ്. മുൻ വർഷങ്ങളേക്കാൾ പ്രൊമോഷൻ സൗദി ഭരണകൂടം നിലവിൽ സൂക്കിന് നൽകുന്നുണ്ട്. കരിമരുന്ന് പ്രയോഗവും വിവിധ പരിപാടികളും ഇവിടെയുണ്ടായിരുന്നു. പുലർച്ചെ തുടങ്ങുന്ന സൂക്ക് പക്ഷേ രാവിലെ സൂര്യനുയർന്ന് ചൂടായാൽ അവസാനിക്കും. 3.5 കിലോയിലേറെ ഭാരമുള്ള ബോക്സിന് 15 റിയാൽ മുതൽ 1000 റിയാൽ വരെ വിലയുണ്ട്. ഓരോന്നിന്റെയും പദവി അനുസരിച്ചാണ് വില. ഇതിനാൽ ആർക്കും കസീമിലേക്ക് വരാം. ആളിപ്പൊള്ളുന്ന വെയിലിൽ മരുഭൂമിയിലെ പൊന്നിന്റെ മധുരം ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്.